ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു നെത്തോലി കൊണ്ട് പീര പറ്റിക്കാം. നല്ല ടേസ്റ്റുള്ള നെത്തോലിയാണ്. നല്ല മണം കേൾക്കുമ്പം പറയാം, നല്ല ടേസ്റ്റുള്ള നെയ്മണമുള്ള നെത്തോലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് വലിയ നെത്തോലിയാണ്, നല്ല നമുക്ക് പീര പറ്റിക്കാൻ നല്ലതാണ്. നമുക്ക് എങ്ങനെ പീര പറ്റിക്കാൻ നോക്കാം. നല്ലപോലെ ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്കൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ചേർക്കണം. കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതിയാവും. മുളക് പൊടി എരിക്ക് വേണ്ടുന്നതും നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതിയാവും എരിക്ക് വേണ്ടുന്നത്. ഇവിടെ മുളക് പൊടിയൊക്കെ കുറച്ചാണ് ചേർക്കുന്നത്. കുറച്ചും കൂടെ ഒക്കെ ചേർക്കാം. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് ഇതിന് കുറച്ച് ഇഞ്ചി ചേർക്കണം. അതാണ് ഇതിൻ്റെ നല്ല മണം. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ചതച്ചെടുക്കുന്നു. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു തക്കാളിക്കയും നമ്മൾ പുളിയും ചേർക്കണം. എന്നാലും ഒരു തക്കാളിക്കയും ചേർത്ത് 2 പച്ചമുളകും ചേർക്കാം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളവും നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് ഉപ്പും ചേർത്താൽ മതിയാവും. അധികം വെള്ളത്തിൽ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. നമുക്കെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. പിഴിപുളിയാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് കുറച്ച് പിഴിപുളിയും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. ഈ വെള്ളം ചേർത്തത് മതിയാവും. നമുക്കിതിനകത്ത് നെത്തോലിയും ചേർത്ത് നല്ലപോലെ പുരട്ടിയെടുക്കാം. നല്ലപോലെ ഒന്ന് എല്ലായിടവും എപ്പോഴും നമുക്ക് അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഇളക്കിയാൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എല്ലാ ഉപ്പും എല്ലാം പാകമായിട്ട് നോക്കി നല്ലപോലെ ഇളക്കിയെടുക്കണം. അരപ്പ് എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ആദ്യം തന്നെ ഇളക്കി വെക്കണം. നമുക്ക് നല്ല ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉലുവാപ്പൊടി ചേർത്താലും നല്ല മണമായിരിക്കും. നല്ലപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ. അധികം വേവില്ലെങ്കിലും കുറച്ച് വെള്ളത്തിൽ ഇരുന്ന് വേവണം. അതുകൊണ്ട് നമ്മൾ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഒന്ന് അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്, അധികം വേവില്ല. ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നെത്തോലി കഴിക്കാൻ പാകമായിട്ട് നല്ല ടേസ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂട് ചോറിനോട് ഇത് കഴിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.